50 വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമീസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധ തരം ദോശ വെറൈറ്റികൾ, സ്വാദിഷ്ടമായ പലഹാരങ്ങൾ, ഉച്ചയൂണ്, വീട്ടിൽ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ, ഇഡ്ഡലി, ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു. എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമീസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാമീസ് കിച്ചൺ 4 ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 7356566954. പടക്കത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഖുർആനിന്റെ ഏടുകളെന്ന പരാതി. ചേലക്കരയിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസം നടന്ന വിജയാഘോഷത്തിൽ ഉപയോഗിച്ച പടക്കത്തിൽ വ്യാപകമായി ഖുർആനിന്റെ ഏടുകൾ ഉപയോഗിച്ചതായാണ് പരാതിയുള്ളത്. തോന്നൂർക്കര പ്രദേശത്ത് വിജയാഘോഷത്തിന്റെ വേളയിൽ ഉപയോഗിച്ച പടക്കത്തിൽ ഖുർആനിന്റെ ഏടുകൾ കാണുകയും തുടർന്ന് പ്രദേശവാസികളും രാഷ്ട്രീയ പ്രവർത്തകരും പടക്കം വിറ്റ സ്ഥാപനത്തിൽ അന്വേഷിച്ചപ്പോൾ വ്യാപകമായി പടക്കങ്ങളിൽ ഖുർആൻ ഏടുകൾ കണ്ടെത്തുകയും ചെയ്തു. സംഭവത്തിൽ FIR തയ്യാറാക്കി കേസെടുക്കാൻ ആദ്യം ചേലക്കര പോലീസ് തയ്യാറായില്ലെന്നും മഹല്ല നിവാസികളും SDPI പ്രവർത്തകരും ആക്ഷേപം ഉന്നയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്ന് വ്യാപകമായിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളുടെ ഇടയിൽ വ്യാപകമായി പടക്കം പൊട്ടിച്ചത് നമ്മൾ കാണുകയുണ്ടായി. നമ്മുടെ ചേലക്കര തോന്നൂർക്കര പ്രദേശത്ത് പൊട്ടിച്ച പടക്കങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ ഏടുകൾ കൊണ്ടാണ് പടക്കം നിർമ്മിച്ചിട്ടുള്ളത്. തോന്നൂർക്കര പള്ളിയുടെ മുന്നിൽ ഉൾപ്പെടെ വ്യാപകമായി പൊട്ടിച്ച പടക്കങ്ങളിൽ മുസാഫിന്റെ ഏടുകൾ നമ്മൾ കാണാൻ കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ തോന്നൂർക്കര പാറപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന കൈരളി എന്ന് പറയുന്ന ഒരു പടക്ക കടയിൽ നിന്നാണ് ഈ സാധനം വിറ്റഴിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആ കടയിൽ നിന്ന് പോയിട്ട് അതിന്റെ മെറ്റീരിയൽ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ധാരാളം മുസാഫിന്റെ ഏടുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ധാരാളം പടക്കങ്ങൾ ആ കടയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അവർ പറയുന്നത് ഇത് അവർ നിർമ്മിച്ചതല്ല, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നാട്ടിൽ സ്പർദ്ധ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇത്തരം നിർമ്മിതികൾ നടത്തിയിട്ടുള്ള, ദുരുദ്ദേശത്തോടു കൂടി നടത്തിയിട്ടുള്ള ആ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുത്ത് മാതൃകാപരമായി അവരെ ശിക്ഷിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ രാജ്യത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു മതസമൂഹത്തെ വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളിലും നിയമപാലകരിലും വിശ്വസിക്കുന്നു. ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ. ഞങ്ങൾ പരാതി കൊടുത്ത് അതിന്റെ റെസീറ്റ് കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിന്റെ കർശന നടപടികളുമായി അധികാരികൾ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ശക്തമായ സമരവുമായിട്ട് തെരുവോരങ്ങളിൽ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ ജനാധിപത്യ മതേതര സമൂഹവും നാടിന്റെ മതസാഹോദര്യവും സൗഹൃദവും നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവണത നടത്തുന്ന കുറ്റക്കാർക്കെതിരെ പൊതുസമൂഹം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതേസമയം പരാതിയെ തുടർന്ന് ഇന്ന് വൈകിട്ട് 7 മണിയോടെ സംഭവത്തിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പടക്കത്തിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചതിൽ ഇസ്ലാം മത ഗ്രന്ഥമായ ഖുർആൻ ലിപികൾ അടങ്ങിയ പേജുകൾ കൊണ്ട് നിർമ്മിച്ചതും ആയത് മുസ്ലിം വിഭാഗത്തിന്റെ വിശ്വാസത്തെ അപമാനിച്ച് ഇസ്ലാം മത വികാരങ്ങളെ ആളിക്കത്തിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ കാണപ്പെട്ടുവെന്ന് FIR-ൽ പറയുന്നു. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സിൽ നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും.
കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.